തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യമാണ്. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി 7000 പേരെ ഞാൻ ഇസ്രയേൽ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ഏലിയാവിനോട് ദൈവം പറയുന്നു. ഈസബേലിന്റെ ഭീഷണിയിൽ മരിക്കുവാൻ ആഗ്രഹിച്ച് ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങുന്ന എലീശയെ ദൈവദൂതൻ തട്ടിയുണർത്തി കനലിന്മേൽ ചുട്ട അടയും വെള്ളവും നൽകി പിന്നെയും ശുശ്രൂഷകൾക്കായി പ്രോത്സാഹിപ്പിച്ചു. പിന്നെയും കിടന്നുറങ്ങിയെങ്കിലും ദൂതൻ വീണ്ടും തട്ടിയുണർത്തി ആഹാരം നൽകി ആ ബലത്തിൽ 40 രാവും 40 പകലും യാത്ര ചെയ്തു ദൈവത്തിന്റെ പർവ്വതമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഹോരേബിൽ ചെന്നു. അവിടെ ഒരു ഗുഹയിൽ രാപാർക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? അതിന് മറുപടിയായി പറഞ്ഞ വാക്കുകൾ വളരെ നിരാശാജനകമായിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിയോടിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ഈ സന്ദർഭത്തിൽ ദൈവത്തിന്റെ മൃദുസ്വരം ഏലിയാവിനെ കേൾപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ആ നിലയിൽ ദൈവം നൽകിയ വചനമാണ്, നീ ഒരുത്തൻ മാത്രമല്ല, ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുവുള്ളവരായി ദൈവം ഇസ്രയേലിൽ 7000 പേരെ ശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആലോചന ഏലിയാവിനെ ധൈര്യപ്പെടുത്തി പിന്നെയും ദൈവിക ശുശ്രൂഷയിൽ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുവാനിടയായി. യേഹൂവിനെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തു. എലീശയെ പ്രവാചക ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. ബാലിന്റെ പ്രവാചകന്മാരെ നശിപ്പിച്ചു. ഒടുവിൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഒരു ദൈവിക ശുശ്രൂഷകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി ആർക്കും തടയുവാൻ കഴിയുകയില്ല എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഏലിയാവിൽ കണ്ടത്. ഏകനെന്ന് ചിന്തിച്ച് മരിക്കുവാൻ കൊതിച്ച ഏലിയാവിനെ ധൈര്യപ്പെടുത്തുന്ന വിധവും ആശ്ചര്യം തന്നെ. ദൈവം ഏലിയാവിന് നൽകുന്ന ഉറപ്പിൽ 2 കാര്യങ്ങൾ പറയുന്നു. 1, ബാലിന് മടങ്ങാത്ത മുഴങ്കാൽ. 2, അവനെ ചുംബനം ചെയ്യാത്ത വായ. മുഴങ്കാൽ മടക്കുന്നത് ആരാധനയെയും ചുംബനം ചെയ്യുന്നത് സ്നേഹത്തെയും വെളിപ്പെടുത്തുന്നു. നാം ആരെ അധികമായി സ്നേഹിക്കുന്നുവോ അത് ആ വ്യക്തിയോടുള്ള ആരാധനയായി മാറുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനം ആഹാബിന്റെ കാലത്ത് സത്യദൈവത്തെക്കാൾ അധികം ബാലിനെ സ്നേഹിച്ചു. ബാൽ ഒരു കനാന്യദേവനാണ്. വിഗ്രഹാരാധനയും നരബലിയും ഉൾപ്പെടെയുള്ള അനേക അനാചാരങ്ങൾ ദൈവപ്രീതിക്ക് വേണ്ടി നടത്തിയിരുന്നു. ഇസ്രായേലിന്റെ പിന്മാറ്റക്കാലത്ത് യഹോവ തന്നെ സത്യദൈവമെന്ന് കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഏലിയാവ് തെളിയിച്ചു. ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും ബാലിനെ സേവിക്കുന്നവരുണ്ട്. അവർ പിശാചിനെ സേവിക്കുന്നവരും ദൈവത്തെ കോപിപ്പിക്കുന്നവരുമാണ്. എന്നാൽ നാം സത്യദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ ആത്മാവിൽ ചുംബിച്ച് ആ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടവരാണ്. സത്യദൈവത്തെ അറിവാൻ വിവേകം ലഭിച്ചവരാണ് നാം. അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തിയ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നാം ദൈവത്തെ അറിഞ്ഞിട്ടുള്ളൂ. അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. ഒരിക്കൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് ക്രൂശിൽ മരിച്ചുവെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഉന്നതങ്ങളിൽ വാഴുന്നു. എല്ലാ മുഴങ്കാലും ആ നാമത്തിൽ മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുകയും ആ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന് സ്തോത്രയാഗമർപ്പിച്ച് ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ആദ്യം സ്നേഹിച്ചു. തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി നൽകി. നമ്മെ നിത്യനാശത്തിൽ നിന്നും വീണ്ടെടുത്തു. ആ സ്നേഹമാണ് നമ്മെ ആരാധനയ്ക്കായി പ്രേരിപ്പിക്കുന്നത്. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ആരാധന മാത്രമേ ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ. നല്ല മറിയം 7 ഭൂതങ്ങൾ ബാധിച്ച ആ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി. അവളുള്ള ഭൂതങ്ങൾ വിട്ടുപോയി. അവൾക്ക് കർത്താവിനോടുള്ള സ്നേഹം വലിയതായിരുന്നു. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആരാധന വിലയേറിയ സ്വച്ഛമാംസി തൈലം ഭരണി പൊട്ടിച്ച് തലയിലൊഴിച്ച് അവളുടെ തലമുടി കൊണ്ട് പാദം തുടച്ച് ആ പാദത്തിൽ ചുംബിച്ച് കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തി ആരാധന വെളിപ്പെടുത്തി. നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴും ആ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ കർത്താവിനെ ഒരുക്കപ്പെട്ട സുഗന്ധവർഗവുമായി എതിരേൽക്കുവാൻ ആ മറിയയ്ക്ക് സാധിച്ചു എന്നുള്ളത് ആ സ്നേഹത്തിൻ്റെ പ്രകടനം മാത്രമായിരുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുവിനെ നാം ഇന്ന് എല്ലാ മഹത്വത്തോടും കൂടെ ദർശിക്കുകയും ആ സ്നേഹത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ
നമ്മുടെ കർത്താവിനെല്ലാം മഹത്വമർപ്പിച്ച് ആരാധിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള ഭാഗ്യം നൽകിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചതല്ല, അവിടുന്ന് ആദ്യം ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, അവിടുന്ന് ജീവൻ ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആരാധന അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അവിടുന്ന് സകല മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യൻ. ഞങ്ങളുടെ കർത്താവെ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സർവബഹുമാനവും സ്തുതിയും സ്തോത്രവും ആരാധനയും ആ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.